തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് ഏകദേശം 700 മീറ്റർ മാറി കുമാരപുരം ജംഗ്ഷനിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം മാറി നമ്മുടെ കുമാരപുരത്ത് നിന്ന് കിംസിലേക്ക് പോകുന്ന പൂന്തി റോഡിൽ നിന്ന് 100 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോഴത്തേക്കും ഈ കാണുന്ന 7 സെൻറ്റിനകത്ത് വരുന്ന സ്ഥലവും 4200 സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയൊരു വീട് വിൽപ്പനയ്ക്കുണ്ട്. ഈ വീടിൻ്റെ ഡിസൈൻ നോക്കിയാൽ ഞാൻ ആദ്യം ഇതിൻ്റെ ചുറ്റുമുള്ളതായി ഈ റോഡ് വഴി ഈ ഒരു വീടിൻ്റെ ചുറ്റുമുള്ളൊരു ഡിസൈൻ കാണിച്ചു തരാം. നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന വീടിൻ്റെ ഡിസൈനിൽ നിന്ന് ഒരു വ്യത്യസ്തത വരുത്തിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ള വീടാണ്. അപ്പോൾ കൂടുതലായിട്ടും നമുക്ക് ഈ സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു കൊളോണിയൽ ടച്ച് ആ രീതിയിലുള്ള ഒരു ഡിസൈൻ വർക്കുകളാണ് നമുക്ക് ഈ വീടിന് കൊടുത്തിട്ടുള്ളത്. അത് ഇതിനകത്തേക്കുള്ള ലേ ഔട്ട് കാണുമ്പോഴും നിങ്ങൾക്കത് മനസ്സിലാവും. ടോട്ടലായിട്ട് 4200 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ്. നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാം. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് കുമാരപുരം ജംഗ്ഷനിൽ നിന്ന് പൂന്തി റോഡ് വരുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1.5 കിലോമീറ്റർ, അതായത് 1.4 കിലോമീറ്റേഴ്സ് വരുമ്പോഴത്തേക്കും വലത്തോട്ട് സിൽവർ ഹിൽസ് റോഡ് എന്ന് പറഞ്ഞൊരു റോഡ് കാണാൻ സാധിക്കും. ആ റോഡിനകത്തേക്ക് കയറി നേരെ ഫ്രണ്ടിലോട്ട് വരുമ്പം വലതുവശത്തായിട്ട് നെല്ലിക്കാവിള ഹൗസ് എന്ന് പറയുന്ന ഈ ഒരു വീട് നിങ്ങൾക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം. ഇനി നിങ്ങൾ കിംസിൻ്റെ അവിടെ നിന്നാണ് വരികയാണെങ്കിൽ കിംസിൻ്റെ അവിടെ നിന്ന് വരുമ്പോൾ ഒരു വലതുവശത്ത് ഒരു ഗ്യാസിൻ്റെ ഗോഡൗൺ ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ ഉടൻ തന്നെ കുറച്ച് നിന്ന് വരുമ്പോൾ ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി സിൽവർ ഹിൽസ് റോഡ്, ആ റോഡ് കയറി വന്നു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി ഈസിലി കാണാൻ സാധിക്കും. ഇത് ശരിക്കും 3 ഫ്ലോറുകളുണ്ട്. അതായത് താഴെ ഒരു സെല്ലാർ പോർഷൻ ഉണ്ട്, പിന്നെ ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, അങ്ങനെ 3 പോർഷനായിട്ടാണ് വീട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ ടെറസിലും വേറൊരു ഡിസൈൻ വർക്കൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ശരിക്കും ഒരു സിനിമ ഷൂട്ടിനൊക്കെ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വീടാണ്. ഈ രീതിയിൽ കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് വരും. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മുടെ സെല്ലാറിലേക്കൊരു വഴി കൊടുത്തിട്ടുണ്ട്. വീട്ടിനുള്ളിലൂടെയും സെല്ലാർ പോർഷനിലേക്ക് പോകാൻ സാധിക്കും. അപ്പം ഞാൻ വീട്ടിനുള്ളിലൂടെ വന്ന് ആ സെല്ലാർ പോർഷൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടമാണ്. ഇവിടെയൊക്കെ നമുക്ക് ഇപ്പം ശരിക്കും ഇതിനകത്ത് താമസക്കാരൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഈ ഗാർഡനിങ് ഒക്കെ ഒത്തിരി ഒന്ന് പോയി കിടക്കുവാണ്. നല്ല രീതിയിൽ ചെടികളൊക്കെ വെച്ച് മനോഹരമാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വീടിന് ചുറ്റും ഇതുപോലെ സ്ഥലം കിട്ടും. കണ്ടോ, ഇത്രയധികം സ്ഥലം നമുക്ക് വീടിന് ചുറ്റും കിട്ടുന്നുണ്ട്. ഏകദേശം 6.8 സെൻറ്റ് സ്ഥലമാണ് നമുക്ക് അളവിലുള്ളത്. നമുക്കിനി വീടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. ഫുള്ളായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ച വീടാണ്. നമുക്ക് 2016 വീടിൻ്റെ കംപ്ലീഷൻ, അതായത് പൂർത്തീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 9 വർഷം മാത്രമേ പഴക്കം വരുന്നുള്ളൂ. മുൻവശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ക്ലാഡിംഗ് ടൈലൊക്കെ ഒട്ടിച്ചിട്ട് വരാന്ത നല്ല നീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതെല്ലാം നാച്ചുറൽ സ്റ്റോണാണ്. നമ്മൾ ഗ്രാനൈറ്റിൻ്റെ ചെറിയ ടൈൽ പീസുകളാണ് ഈ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. മുൻവശത്തെ വാതിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ തേക്കന്തടിയിലാണ് 2 പാളികളിലായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നേരെ കയറി വരുമ്പോൾ നമ്മുടെ ഒരു കോമൺ സ്പേസിലേക്കാണ് വരുന്നത്. ഇവിടെ ലിവിങ് ഏരിയ വരും, ഈ ഭാഗത്തായിട്ട് ഡൈനിങ് സ്പേസ് വരും. താഴത്തെ നിലയിൽ തന്നെ 2 ബെഡ്റൂംസ്, അതായത് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂംസ് കാണാൻ സാധിക്കും. കിച്ചൺ എല്ലാം കണ്ടതിന് ശേഷം നമ്മുടെ ബെഡ്റൂംസിലേക്ക് പോവാം. ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ കിച്ചൺ. കിച്ചണിലെല്ലാം തന്നെ മോഡുലാർ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നെ ഇങ്ങനെ അടച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കാണാം. ഹോബും ജിമ്മിനിയും എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് കേട്ടോ. ഇത് ചെറുതായിട്ട് ചിലപ്പോൾ സർവീസ് ചെയ്യേണ്ടി വരത്തില്ല, നമുക്ക് ഓൾറെഡി ഇതെല്ലാം ഇൻസ്റ്റാൾഡ് ആണ്. ഈ കാണുന്ന പോലെ നമ്മുടെ വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ വർക്ക് ഏരിയയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പിൻവശത്തേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രൊവിഷനും ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും സ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി നമുക്ക് വേണമെങ്കിൽ താഴെ ആ സെല്ലാർ പോർഷൻ്റെ അവിടേക്ക് ഇറങ്ങാൻ സാധിക്കും. വീട്ടിൽ ആൾ താമസം ഇല്ലാത്തതുകൊണ്ട് തന്നെ ലൈറ്റ്സ് ഏതൊക്കെ തെളിയുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചിലപ്പോൾ ഒരു ഇരുട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം. അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം എല്ലാം തന്നെ നല്ല പ്രീമിയം രീതിയിൽ ചെയ്തിട്ടുള്ളതാണ്. അത്യാവശ്യം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. ഇവിടെ ഈ കട്ടിലൊക്കെ ഇട്ടിട്ട് നിറയെ സ്പേസ് അതിന് ചുറ്റും കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചുമര് ഫുള്ളായിട്ട് നമുക്കിതുപോലെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ 8 പാളികളിലായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് എല്ലാ കബോർഡുകളിലും ഇതുപോലെ ഡബിളായിട്ടുള്ള വാതിലുകളാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. താഴത്തെ നിലയിൽ തന്നെ നമുക്ക് 2ാമതൊരു ബെഡ്റൂം വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം. അതിനകത്തും ഇതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട്. മേളിലും താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമ്മുടെ ബാത്ത് ഏരിയ വന്നിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്.
നമ്മുടെ ഈ ഡൈനിങ് സ്പേസിൽ ഇതുപോലൊരു വലിയൊരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കട്ട്ലറി ഷെൽഫായിട്ടോ അല്ലെങ്കിൽ ലൈബ്രറി ആയിട്ടോ എന്തായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് ഇതുപോലൊരു സ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതുവഴി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ സെല്ലാറിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ഈ സെല്ലാറിലുള്ള റൂമും കൂടെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടലായിട്ട് 5 ബെഡ്റൂം വരുന്നൊരു വീടാണ്. ഈ സെല്ലാർ പോർഷനിൽ ഇതുപോലെ താഴെ നിന്ന് പുറത്തു നിന്നുള്ളൊരു വാതിലും കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഈ വാതിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂണിറ്റ് സെപ്പറേറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്കൊരു മെയ്ഡിനെയോ അല്ലെങ്കിൽ സെർവൻറ്റിനെയോ അല്ലെങ്കിൽ ഡ്രൈവറിനോ അങ്ങനെയുള്ളവർക്ക് താമസ സൗകര്യം വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തായിട്ട് നമുക്ക് താമസ സൗകര്യം ഒരുക്കാവുന്നതാണ്. ഇവിടെ താഴെ ഇത്രയും വലിയൊരു സ്പേസ് നമുക്കൊരു കോമൺ ഇവിടെ ഇങ്ങനെ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലൊരു സ്പേസ് കിട്ടും. ഇതുപോലൊരു ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ആരും ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ട് കേട്ടോ. അത്രയും പുത്തനായിട്ട് തന്നെ കിടപ്പുണ്ട്. ലൈറ്റ്സ് മാത്രമില്ല. ഇതുപോലെ വലിയൊരു റൂമും വരുന്നുണ്ട്. അപ്പം നമുക്കൊരു ഡ്രൈവറോ അങ്ങനെ ആരെങ്കിലും നമ്മുടെ കൂടെ എപ്പോഴും താമസിക്കുന്ന ആൾക്കാരെങ്കിലും ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ ഒരു റൂം പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഈ കാണുന്ന പോലെ വലിയൊരു കോമൺ സ്പേസ് ഉണ്ട്. ഈ ഒരു സ്പേസിൽ നിന്നും നമുക്കിതാ നമ്മുടെ ഗസ്റ്റൊക്കെ വന്നിരുന്നാൽ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഇങ്ങനെ റെയിലിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്ലോറിൽ 2 ബെഡ്റൂംസ് തന്നെയാണ് വരുന്നത്. നമ്മുടെ താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഈ ഒരു റൂമിന് നമുക്കൊരു ബാൽക്കണി ആക്സസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ ഒരു ബാൽക്കണി ആക്സസ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കബോർഡ് വർക്കും എല്ലാം ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അടുത്തതായി ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഈ ഭാഗത്തായിട്ട് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം വരും. അതായത് മേളത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമ്മൾ താഴത്തെ നിലയിൽ കണ്ട അതേ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സെയിം ലേഔട്ടാണ്. ഈ കാണുന്ന പോലെ പിൻവശത്തേക്ക് നമുക്കൊരു ഓപ്പൺ ടെറസ് ഉണ്ട്. അതിനെ ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഫുള്ളായിട്ട് ടൈൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷനും ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മുൻവശത്തെ ബാൽക്കണിയിലേക്ക് പോകാൻ സാധിക്കും. ഇത് തുറന്നു കഴിഞ്ഞാലും ഈ ബാൽക്കണി സ്പേസിൻ്റെ ഒരു സൈഡിലേക്ക് ഇറങ്ങാം കേട്ടോ. ഇതാണ് നമ്മുടെ മുൻവശത്തെ ബാൽക്കണി. അവിടെ നിന്ന് ഈ രീതിയിലുള്ളൊരു ഓപ്പൺ ടെറസിലേക്കും എൻട്രി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ്. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും സെൻട്രൽ ഗവൺമെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ഏറ്റവും ടോപ്പ് ഉദ്യോഗസ്ഥരൊക്കെ നമുക്ക് ഈ ഒരു ലൈനിനകത്ത് താമസിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഒരു നല്ലൊരു കമ്മ്യൂണിറ്റിക്കകത്ത് നല്ലൊരു വീട് വാങ്ങാൻ സാധിക്കും. ഇതുകൊണ്ട് തീർന്നില്ല, നമുക്കിനി മേളിലേക്ക് ഒരു കാഴ്ചയും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഈ പ്രോപ്പർട്ടിയുടെ വില പറഞ്ഞുതരാം. നമുക്കിതാ ഈ ഒരു പോർഷൻ വഴി ഇങ്ങനെ ഒരു സ്റ്റെയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രസമുള്ളൊരു സ്ഥലത്തേക്ക് എത്താം. ഇത് നമ്മുടെ വീടിൻ്റെ ടോപ്പ് പോർഷനാണ്. ഇവിടെ നോക്കിയേ, ഈ രീതിയിൽ ഗ്ലാസ് ആണ് ഇട്ടിട്ടുള്ളത്. ഇവിടെ നിന്നിങ്ങനെ ടഫൻ്റെ ഗ്ലാസ് ഇട്ട് നമുക്ക് താഴെ വരേക്കും വ്യൂ കിട്ടുന്ന രീതിയിലാണ് ടഫൻ്റെ ഗ്ലാസ് ഒരുക്കിയിട്ടുള്ളത്. വീണ്ടും ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടെറസിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷനും ഉണ്ട്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ വാട്ടർ ടാങ്കുകളും സോളാർ വാട്ടർ ഹീറ്ററും ഒക്കെ സ്ഥാപിച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ നല്ല രസമുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അതും തിരുവനന്തപുരത്തെ പ്രൈം ലൊക്കേഷൻ എന്ന് തന്നെ പറയാം. കിംസ് ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജിലേക്ക് ഇവിടെ നിന്ന് ഏകദേശം 2.5 കിലോമീറ്ററേ ഉള്ളൂ. അതുപോലെ കോസ്മോ ഹോസ്പിറ്റൽ, GG ഹോസ്പിറ്റൽ തുടങ്ങിയ ഹോസ്പിറ്റൽസിലൊക്കെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനാണെങ്കിൽ പറ്റിയൊരു ലൊക്കേഷനാണ്. കാരണം നിങ്ങൾക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റൽ ബേസ് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോകാൻ സാധിക്കും. ആ രീതിയിലുള്ള ഒരു ലൊക്കേഷനാണ്. നമുക്ക് ഇവിടെ നിന്ന് ബൈപ്പാസ് വളരെ അടുത്താണ്. കിംസ് കഴിഞ്ഞ് നമുക്ക് വെൺപാലോട്ടോ അങ്ങനെ ആയി കഴിഞ്ഞാൽ ബൈപ്പാസായി. അതുകൊണ്ട് തന്നെ ലുലു മാളിലോട്ടൊക്കെ ആ രീതിയിലൊക്കെ നമുക്ക് ആക്സസ് പെട്ടെന്നുണ്ട്. പെട്ടെന്ന് തന്നെ ടെക്നോ പാർക്ക് ബേസ് ചെയ്തിട്ടുള്ള കമ്പനീസ് ആണെങ്കിൽ ആ രീതിയിൽ ആക്സസ് ഉണ്ട്. അങ്ങനെയുള്ള ലൊക്കേഷനാണ്. ഏകദേശം 6.8 സെൻറ്റ് സ്ഥലത്താണ് നമുക്ക് ഈ വലിയൊരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഉദ്ദേശിക്കുന്ന വില 1,90,00,000 രൂപയാണ്. 1.9 CR ആണ് ഉദ്ദേശിക്കുന്ന വില. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്.